ഇത് അർച്ചന നിനക്ക് നൽകുന്ന വിധിയാ. എന്നോടുള്ള പകയും വൈരാഗ്യം കൊണ്ട് മനസ്സിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായിട്ട് നീ അലഞ്ഞു നടക്കും. ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും തെരുവിൽ വീണു മരിക്കും. അർച്ചനയുടെ മുമ്പിൽ ജയിക്കാൻ നിനക്കിനി ജന്മത്ത് കഴിയും. നെല്ലിശ്ശേരി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോ നിന്നോട് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞാൻ തിരിച്ചു വരുമെന്ന്. എന്നോടുള്ള പകയും വൈരാഗ്യം കൊണ്ട് മനസ്സിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായിട്ട് നീ അലഞ്ഞു നടക്കും. ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും തെരുവിൽ വീണു മരിക്കും. അസിസ്റ്റന്റുമാര് രണ്ടുപേരും കൂടെ ഈ ഉള്ളി പൊളിച്ചു വെക്കാം. ക്യാച്ച്. അതിന്റെ കൂടെ ഇഞ്ചിയും കരിവേപ്പില എല്ലാം കൂടെ ഒന്ന് എടുത്തു വെക്കാം. കത്തിങ്ങന്നേ, ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. മക്കളെ, എനിക്കുള്ള വെജിറ്റബിൾ കറിയും കൂടെ ഒന്ന് റെഡിയാക്കേക്കണേ. എനിക്ക് വന്നോട്ടിക്ക് ചിക്കന്റെ ലെഗ് പീസ് ഫ്രൈ വേണം. ഓ, ലെഗ് പീസ് മാത്രമേ കഴിക്കൂ? ലെഗ് പീസ് തന്നെ വേണം. അമ്മുക്കുട്ടിക്ക് ഇന്ദുമോക്കും ലെഗ് പീസ് തന്നെ സച്ചേട്ടൻ ഫ്രൈ തരാം. ഓ പിന്നെ ഒരച്ഛനും മക്കളും. അങ്ങനെയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഞങ്ങൾക്കും വേണം. അതെ അതെ. ഓക്കെ, നമുക്കിന്ന് ചിക്കൻ സാന്റിയാഗോയുടെ കൂടെ ചിക്കൻ കപ്പിൾ ഫ്രൈ ഉണ്ടാക്കാം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ചിക്കൻ കപ്പിൾ ഫ്രൈയോ? അതെന്തുവാടാ അത്? എന്റെ അമ്മേ, ഈ സച്ചേട്ടൻ ഓരോ ഞായറാഴ്ചയും ചിക്കൻ കറിക്കും ഫ്രൈക്കും ഓരോ പേരിടും. കഴിഞ്ഞ ഞായറാഴ്ച ചിക്കൻ ഗുലുഗുലു ഫ്രൈ അങ്ങനെ എന്തോ ആയിരുന്നു. സച്ചേച്ചന്റെ പേരൊക്കെ എവിടെന്നാ കിട്ടുന്നേ? സച്ചേച്ചൻ ഭയങ്കര ഷെഫല്ലേ മോളെ? പിന്നെ ഇതൊക്കെ സച്ചേച്ചന്റെ മാസ്റ്റർ പീസ് ഐറ്റങ്ങളാ. ഓ, ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി അല്ലേ? മുതലാളി മേടിച്ചു കൊടുക്കുമായിരിക്കും. നീ എപ്പോ വരും? ഊണിന് മുമ്പ് വരുമോ? തിരിച്ചു വരുമോ എന്ന് തന്നെ ഉറപ്പില്ല. ചിലപ്പോ എന്റെ ശവം മാത്രമായിരിക്കും ഇവിടേക്ക് വരുന്നത്. ചോയ്സ് കേട്ടില്ലേ നീ? ഉണ്ണാൻ നേരത്തേക്ക് നീ ഇങ്ങോട്ട് വരുവോന്ന്? അത് അറിയില്ലമ്മേ. അതിരെ ഞാൻ കൊണ്ടുവിടാ. വേണ്ട ഏട്ടാ, ഞാൻ ബസ്സിന് പൊക്കോളാം. അമ്മ, സച്ചേച്ചന്റെ ചിക്കൻ കറി സൂപ്പറാ. അമ്മ വന്നിട്ട് നിങ്ങൾ കഴിക്കും. എന്നെ കാത്തിരിക്കണ്ട, നിങ്ങൾ കഴിച്ചോ. അമ്മ പോയിട്ട് വരാം. എടി കൊച്ചി, എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. വേണ്ടമ്മേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഗൂഗിളിന് ഓഫീസിൽ നല്ല തിരക്കുണ്ടാവില്ലേ? എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഇന്നത്ര തിരക്കുള്ള ദിവസമൊന്നുമല്ല. മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ജൂനിയേഴ്സ് നോക്കിക്കോളൂ. ഞാൻ കേറ്. ഗൂഗിൾ, രണ്ടും രണ്ട് റൂട്ടിലല്ലേ? ഞാൻ പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. എടോ, ഈ വെയിലത്ത് താൻ നീ വെറുതെ ഓട്ടോ കയറി അലയാൻ നിൽക്കണ്ട. നമ്മൾ ഒരുമിച്ച് പോയി സാധനങ്ങൾ വാങ്ങി
തന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഈശ്വര, ഈ ഗോകുല് എന്നെ വിടുന്ന മട്ടില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാ? താൻ വന്ന് കേറടോ. വാ. വാ. ചേട്ടാ, ഗുഡ് മോർണിംഗ് മാഡം. റൂം നമ്പർ 201. സെക്കൻഡ് ഫ്ലോർ. താങ്ക് യു. യു ആർ വെൽക്കം മാഡം.